നമസ്കാരം. രാമായണത്തെക്കുറിച്ചും രാമരാജ്യമെന്ന സങ്കല്പത്തെക്കുറിച്ചും ഭക്തർ പാടിപ്പുകഴ്ത്തുന്ന അവകാശവാദങ്ങളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടുകയാണ് ഇവിടെ കാര്യം. കേവലം കെട്ടുകഥകൾക്കപ്പുറം വാത്മീകി രാമായണം സാക്ഷ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ പരിശോധിക്കുമ്പോൾ രാമന്റെ കറുത്ത മുഖം കാണാം. അനുജനായ ഭരതനെ നികൃഷ്ടമായി വഞ്ചിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കാൻ രാമൻ കാണിച്ച ആർത്തിയും തന്ത്രങ്ങളും നമുക്കിവിടെ പരിശോധിക്കാം. നമ്മുടെ നാട്ടിൽ സമത്വത്തിന്റെയും നീതിയുടെയും പ്രതീകമായി കൊണ്ടാടപ്പെടുന്ന ഒന്നാണ് രാമരാജ്യം. എന്നാൽ രാമരാജ്യമെന്ന ആ സങ്കല്പം യഥാർത്ഥത്തിൽ ഒരു വ്യാജമിഥ്യയും അധികാരമോഹത്തിന്റെ പുറത്ത് കെട്ടിപ്പടുത്തതുമാണ്. വാത്മീകി രാമായണത്തിന്റെ അയോധ്യാകാന്ഡം വളരെ സൂക്ഷ്മമായി വായിച്ചു നോക്കിയാൽ ഇതിന്റെ യഥാർത്ഥ മുഖം വ്യക്തമാകും. അധികാരത്തിനു വേണ്ടി സ്വന്തം അനുജനെ ചതിക്കാൻ മടി കാണിക്കാത്ത ഒരാളെ നമുക്കതിൽ കാണാം. അനുജന് കിട്ടേണ്ട അവകാശങ്ങൾ കവർന്നെടുത്ത് അയോധ്യയുടെ സിംഹാസനം സ്വന്തമാക്കാൻ രാമൻ നടത്തിയ രഹസ്യ നീക്കങ്ങൾ രാമായണത്തിലുണ്ട്. കൈകേയിയെയും ജനകനെയും ഒഴിവാക്കൽ. രാമന്റെ പട്ടാഭിഷേകം തിടുക്കത്തിൽ തീരുമാനിക്കുമ്പോൾ ദശരഥൻ ബോധപൂർവം നടത്തുന്ന ഒരു വലിയ ചതി ഇതിലുണ്ട്. കൈകേയിയുടെ നാടായ കേകയ രാജ്യത്തോ മിഥിലയിലോ ഈ സന്തോഷ വിവരമോ പട്ടാഭിഷേക വാർത്തയോ യാതൊരു വിധത്തിലും അറിയിക്കുന്നില്ല. അയോധ്യാകാന്ഡം 47-ാം സർഗത്തിലെ 47-ാം ശ്ലോകം വ്യക്തമാക്കുന്നത് തിടുക്കപ്പെട്ട് അഭിഷേകം നടത്തുന്നതിനാൽ വിവരമറിയിച്ചില്ലെന്നാണ്. ഇതിന് ആധികാരികമായ വ്യാഖ്യാനം നൽകുന്ന ശിരോമണി വളരെ കൃത്യമായി ഇക്കാര്യം എടുത്തു പറയുന്നുണ്ട്. തിടുക്കത്തിൽ അഭിഷേകം നടത്തി കാര്യം സാധിച്ചതിനു ശേഷം അവർ വിവരമറിഞ്ഞോളുമെന്ന കുടില ബുദ്ധിയാണ് ദശരഥൻ കാണിച്ചത്. ഭരതൻ ആ സമയത്ത് നാട്ടിലില്ലാതിരുന്ന ആ സാഹചര്യം ദശരഥനും രാമനും വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു. ആരും എതിർക്കാനുണ്ടാകില്ലെന്നും ചോദിക്കാൻ ആളില്ലാത്ത സമയത്ത് കാര്യം സാധിച്ചെടുക്കാമെന്നും കരുതി നടത്തിയ ആസൂത്രിത നാടകമാണിത്. രാമന്റെ പട്ടാഭിഷേകത്തിന്റെ തലേ ദിവസം രാത്രി ദശരഥ മഹാരാജാവ് കടുത്ത അശുഭചിന്തകളാലും ഭയത്താലും വിറകൊള്ളുകയായിരുന്നു. തനിക്ക് വരാനിരിക്കുന്ന ഭയങ്കരമായ ദുരന്തങ്ങളെക്കുറിച്ചോർത്ത് അദ്ദേഹം ആ രാത്രി മുഴുവൻ മനസമാധാനമില്ലാതെ അസ്വസ്ഥനായി കഴിഞ്ഞു. താൻ ചെയ്യാൻ പോകുന്നത് സത്യത്തിനും ധർമ്മത്തിനുമെതിരായ ഒരു വലിയ തെറ്റാണെന്ന് ദശരഥന് ഉള്ളിൽ തോന്നിയിരുന്നു. തന്റെ ഈ കള്ളക്കളിയും ചതിയും വലിയൊരു ദുരന്തത്തിന് വഴിവെക്കുമെന്ന് അദ്ദേഹത്തിന്റെ മനസാക്ഷി അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു. തന്നെ മനസാക്ഷിയുടെ ഈ വിചാരണകളിലും ഭയപ്പാടുകളിലും പെട്ട് അദ്ദേഹം ആ രാത്രി മുഴുവൻ വലിയ മാനസിക സംഘർഷം അനുഭവിച്ചു. അതുകൊണ്ടാണ് ദശരഥൻ പട്ടാഭിഷേകത്തിന്റെ തലേ ദിവസം ഇത്രയധികം അസ്വസ്ഥനായി മാറിയതെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. അയോധ്യാകാന്ഡം 4-ാം സർഗത്തിലെ 17-ാം ശ്ലോകത്തിൽ ദശരഥൻ തന്റെ ഭയം രാമനോട് വളരെ വ്യക്തമായി തുറന്നു പറയുന്നുണ്ട്. ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഭയങ്കരമായ ഇടിവെട്ടടിക്കുന്ന ശബ്ദങ്ങളും കൊള്ളിമീൻ വീഴുന്നതുപോലെയുള്ള ദുർനിമിത്തങ്ങളുമുണ്ടായി. തനിക്കെന്തോ അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന തോന്നൽ ദശരഥനെ വേട്ടയാടിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഭരതൻ ആ സമയത്ത് നാട്ടിലില്ലാത്തത് എത്രയോ നല്ല കാര്യമാണെന്ന് അദ്ദേഹം രാമനോട് തുറന്നു പറയുന്നത്. വിപ്രോഷിതശ്ച ഭരതോ യാവദേവ പുരാദിതഃ താവദേവാഭിഷേകസ്തേ പ്രാപ്തകാലോ മദോ മമ യാവത്തേവ ഭരത പുരാത് വിപ്രോഷിതശ്ച ആസ്തേ താവത്തേവ തേ അഭിഷേകം പ്രാപ്തകാല മമ മതഭവതി. വിപ്രോഷിതച്ചദ്വം പ്രവാസിയായി, അതായത് നാട്ടിലില്ലാതെ കഴിയുന്ന ഭരതൻ യാവത്തേവ എത്ര നാളാണോ പുരാത് ഇതഹദ്വം ഈ നഗരത്തിൽ നിന്നും, അതായത് അയോധ്യയിൽ നിന്ന് മാറി നിൽക്കുന്നത്, താവത്തേവ ആ സമയത്ത് തന്നെ തേ നിന്റെ അഭിഷേകം, പട്ടാഭിഷേകത്തിന് പ്രാപ്തകാല ഏറ്റവും അനുയോഗ്യമായ സമയമാണ് എന്നാണ് മമ മത ഞാൻ കരുതുന്നത്. ഭരതൻ ഈ നഗരത്തിൽ നിന്ന്, അതായത് അയോധ്യയിൽ നിന്ന് മാറി നിന്ന് നാട്ടിലില്ലാതെ പ്രവാസിയായി കഴിയുന്ന എത്ര നാളാണോ ആ സമയത്ത് തന്നെ നിന്റെ പട്ടാഭിഷേകത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഭരതൻ നാട്ടിലുണ്ടെങ്കിൽ ഈ ചടങ്ങ് നടക്കില്ല എന്ന് ദശരഥന് നല്ല ബോധവും അതിനെക്കുറിച്ചുള്ള ഭയവും ഉണ്ടായിരുന്നു. മനുഷ്യരുടെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറാമെന്ന് പറഞ്ഞ് തന്റെ ഉള്ളിലിരിപ്പ് അദ്ദേഹം പുറത്തുവിടുന്നത് കാണാം. ഭരതൻ തിരിച്ചു വന്നാൽ തന്റെ കിരീടം കൈവിട്ടു പോകുമെന്ന് അച്ഛന് വലിയ ഭയമുണ്ടായിരുന്നു എന്ന കാര്യം രാമനും അറിയാമായിരുന്നു. അനുജനായ ഭരതൻ അവകാശപ്പെട്ട രാജ്യമാണ് അച്ഛൻ തനിക്ക് തട്ടിയെടുത്ത് തരാൻ നോക്കുന്നതെന്ന് ദശരഥന്റെ വാക്കുകളിൽ രാമന് വ്യക്തമാണ്. ഈ വഞ്ചന വ്യക്തമായി മനസ്സിലായിട്ടും രാമൻ ഒരക്ഷരം പോലും എതിർത്ത് സംസാരിക്കാതെ മൗനം പാലിക്കുകയാണ് ചെയ്തത്.
അതായത് ഇത് മനസ്സിലായിട്ടും രാമൻ ഒരക്ഷരം എതിർത്ത് സംസാരിച്ചില്ല എന്നതാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന സത്യം. ഭരതനില്ലാത്ത സമയത്ത് എന്തിനാണ് ഈ തിടുക്കം എന്ന് ഒരു ധർമ്മിഷ്ഠൻ ചോദിക്കേണ്ടതല്ലേ എന്ന് നാം ചിന്തിക്കണം. എന്നാൽ അനുജനെ ചതിച്ചായാലും രാജ്യത്തിന്റെ അധികാരം തനിക്ക് കിട്ടണമെന്ന ആഗ്രഹം രാമന്റെ ഉള്ളിലും ശക്തമായി ഉണ്ടായിരുന്നു. അച്ഛൻ നടത്തുന്ന ഈ കള്ളക്കളികൾക്ക് യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ രാമൻ മൗനാനുവാദം നൽകുകയും കൂട്ടുനിൽക്കുകയും ചെയ്തു. കൈകേയിയെ വിവാഹം കഴിക്കുന്ന കാലത്ത് ദശരഥൻ കൈകേയിയുടെ പിതാവിന് നൽകിയ വാഗ്ദാനമാണ് ഈ രാജ്യശുൽക്കമെന്നത്. ഈ ചരിത്ര സത്യമെന്താണെന്ന് പണ്ടേ മുതൽ തന്നെ ശ്രീരാമന് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. കൈകേയിയിലുണ്ടാകുന്ന മകന് മാത്രമേ അയോധ്യയുടെ രാജ്യം നൽകുകയുള്ളൂ എന്ന ആ സത്യം രാമന് നന്നായി അറിയാമായിരുന്നു. പിൽക്കാലത്ത് കാട്ടിൽ വെച്ച് ഭരതനോട് രാമൻ തന്നെ ഈ കാര്യം തുറന്നു പറയുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അയോധ്യാകാന്ഡം 107 സർഗത്തിലെ 3-ാം ശ്ലോകം നോക്കൂ. പുരാഭ്രാതപിതാനസ്സ മാതരം തേ സമുദ്വഹൻ മാതാമഹേ സമാശ്രൗഷീദ്രാജ്യശുൽക്കമനുത്തമം. അന്വയം: ഹേ ഭ്രാതപുരാനസ്സ പിതാ തേ മാതരം സമുദ്വഹൻ മാതാമഹേ അനുത്തമം രാജ്യശുൽക്കം സമാശ്രൗഷീത്. പദങ്ങളുടെ അർത്ഥം: ഹേ ഭ്രാതമ്മം, അല്ലയോ ഭരത, പുരാനാം പണ്ട് കൈകേയിയെ വിവാഹം കഴിക്കുന്ന കാലത്ത് നസപിത, നമ്മുടെ ആ പിതാവായ ദശരഥൻ, തേ മാതരം സമുദ്വഹന്റായ നിന്റെ അമ്മയായ കൈകേയിയെ വിവാഹം കഴിക്കുന്ന വേളയിൽ മാതാമഹേ മുത്തച്ഛന് അനുത്തമം ഒട്ടും ഉചിതമല്ലാത്തതായ രാജ്യശുൽക്കം തരണം, അതായത് രാജ്യമാകുന്ന ശുൽക്കം അഥവാ അധികാരം, സമാശ്രൗഷീത്വം വാഗ്ദാനം ചെയ്തിരുന്നു. പണ്ട് ദശരഥൻ കൈകേയിയെ വിവാഹം കഴിക്കുമ്പോൾ മുത്തച്ഛനോട് കൈകേയിയുടെ മകന് രാജ്യം നൽകാമെന്ന ഒട്ടും ശരിയല്ലാത്ത രാജ്യശുൽക്കം വാഗ്ദാനം ചെയ്തിരുന്നു. ഇവിടെ അനുത്തമം എന്ന വാക്കിന് വ്യാഖ്യാതാവുകൾ മികച്ചത് എന്ന തെറ്റായ അർത്ഥം നൽകി വെളുപ്പിക്കാൻ നോക്കാറുണ്ടെങ്കിലും അതിന്റെ അർത്ഥം മറ്റൊന്നാണ്. സംസ്കൃത വ്യാകരണ പ്രകാരം ന ഉത്തമം അനുത്തമം അരം, അതായത് ഉത്തമമല്ലാത്തത് അഥവാ ന്യായമല്ലാത്തത് എന്നാണ് ഇതിന്റെ ശരിയായ അർത്ഥം. പിതാവ് അന്ന് നൽകിയ ആ വാഗ്ദാനം തെറ്റാണെന്നും അത് ന്യായമല്ലെന്നും പറയുന്നതിലൂടെ അതിനോട് തനിക്കുള്ള അമർഷം രാമൻ വെളിവാക്കുന്നു. ഭരതനാണ് ആ രാജ്യത്തിന് യഥാർത്ഥ അവകാശിയെന്നറിഞ്ഞുകൊണ്ട് ആ അവകാശം തട്ടിയെടുക്കാൻ അച്ഛൻ നടത്തിയ നാടകമാണിത്. ഭരതനില്ലാത്ത സമയം നോക്കി കിരീടം ധരിക്കാൻ ശ്രമിച്ച ആ വഞ്ചനയാണ് രാമന്റെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. മര്യാദാ പുരുഷോത്തമനെന്ന് കൊണ്ടാടുന്ന രാമൻ തികച്ചും അധികാരമോഹിയും പിതാവിന്റെ ചെയ്തിക്ക് കൂട്ടുനിന്നവനുമാണ്. അത്തരം വഞ്ചനകളുടെ പുറത്ത് കെട്ടിപ്പടുത്ത രാമരാജ്യം എത്രമാത്രം കാപട്യം നിറഞ്ഞതാണെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. സ്വന്തം അനുജനായ ഭരതനെ വഞ്ചിച്ചുകൊണ്ട് പിടിച്ചെടുക്കാൻ നോക്കിയ ആ അധികാരമോഹം തന്നെയാണ് രാമന്റെ പിന്നീടുള്ള സകല ദുരന്തങ്ങൾക്ക് കാരണം. സഹോദരന്റെ അവകാശങ്ങൾ പോലും കവർന്നെടുക്കാൻ ശ്രമിച്ച കപടധർമ്മത്തിന്റെ അടിത്തറയിലാണ് രാമരാജ്യമുള്ളത്. അങ്ങനെ ഒരാളുടെ പേരിൽ അറിയപ്പെടുന്ന രാമരാജ്യം എത്രമാത്രം നീതിപൂർവവും മഹത്വമായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അനീതിയും ചതിയും വഞ്ചനയും മാത്രം നിറഞ്ഞ ആ ഭരണകൂടത്തെയാണ് ഇന്ന് ചിലർ വീണ്ടും മാതൃകയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത്തരം കാപട്യങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നിടത്താണ് ആ കപടമുഖങ്ങൾ അഴിഞ്ഞു വീഴുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.